നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക വാവുബലിയെക്കുറിച്ചാണ്. ഈ വരുന്ന 24-ാം തീയതിയാണ്, ഈ ജൂലൈ മാസം 24, കർക്കിടകം 8-ാം തീയതിയാണ് ഈ വർഷത്തെ കർക്കിടക വാവ് വരുന്നത്. ബലിയിടാൻ പോകുന്നവരെല്ലാവരും കൃത്യമായി പോയിടുക. അതിന് ചില ചിട്ടവട്ടങ്ങൾ പാലിച്ച് പോയി നമ്മൾ ബലിയിട്ട് അതൊരു പൂർണ്ണതയിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കർക്കിടക വാവുബലി വരുന്നത് ഈ മാസം ജൂലൈ മാസം 24-ാം തീയതി, കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് വരുന്നത്. അപ്പം പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ കർത്തവാവ്. ആ ദിവസം പോയി ബലിയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ സന്തതികളുടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനൊക്കെ ഈ കർക്കിടക മാസത്തിലുള്ള വാവുബലി നമ്മൾ പോയി പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, കടപ്പുറങ്ങളിലൊക്കെ 100 1000 കണക്കിനല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വന്നത് ചെയ്യുന്നത്. വെറുതെ അവർ വർഷാവർഷം വരില്ല. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് വരുന്നത്. എന്നാൽ ചിലവർക്ക് ഗുണങ്ങൾ കിട്ടാറില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർക്കിടക വാവുബലി ചെയ്യുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം കിട്ടും എന്നുള്ളതാണ്. കാരണം പിതൃക്കളെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും. കാര്യം നമ്മൾ ദൈവത്തിങ്കൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ പോലും അത് ആ ദൈവപാദത്തിങ്കൽ എത്തിക്കുന്നത് പോലും പിതൃക്കളാണ്. അപ്പോൾ പിതൃക്കളുടെ ശക്തി അത് നമ്മുടെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിതൃക്കൾക്ക് ഒരു വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം. അത് ഈ വരുന്ന ജൂലൈ 24 ചിങ്ങമാസം 8-ാം തീയതിയാണ് വരുന്നത്. അന്ന് രാവിലെ തന്നെ നമ്മൾ പോയി ബലിയിടണം. അപ്പോൾ ഇത് ബലിയിടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം വരുന്ന വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ തലേന്ന് മുതൽ നമ്മളിതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തണം. അതെങ്ങനെയാണ്? അതിന് തലേന്ന് ബുധനാഴ്ച ദിവസം നമ്മൾ ഈ തയ്യാറെടുപ്പ് നടത്തുന്നതിനെ പറയുന്നതാണ് ഒരിക്കൽ എന്ന് പറയും. അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വ്രതശുദ്ധി തന്നെയാണ്. ഒരു നേരം മാത്രമേ നമ്മൾ നെല്ലരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ചോറായാലും അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശയോ അപ്പമോ പുട്ടോ എന്തായാലും ഏത് ആഹാരമാണെങ്കിലും അത് ഒരു നേരം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. മറ്റുള്ള സമയങ്ങളിൽ ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ പാലോ ഒക്കെ കഴിച്ച് നമുക്ക് വിശപ്പടക്കാം എന്നുള്ളതാണ്. 2 നേരവും രാവിലെയും വൈകിട്ടും നമ്മൾ കൃത്യമായി നമ്മുടെ വീടിനടുത്തുള്ള സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വഴിപാടുകൾ നടത്തുക. മനസ്സും ശരീരവും നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കുക. മത്സ്യമാംസാദികൾ അങ്ങനെ ഒന്നും നമ്മൾ കഴിക്കരുത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പുകവലി, മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക. അന്ന് നമ്മുടെ മനസ്സിൽ ഒരു ദുർചിന്തകളും വരാൻ പാടില്ല. മറ്റൊരാളെ വഴക്ക് പറയുകയോ മറ്റൊരാളുടെ ദേഷ്യപ്പെടുകയോ ഒന്നും പാടില്ല. എപ്പോഴും ഭക്തിയോടുകൂടി 24 മണിക്കൂറത്തെ കാര്യമാണുള്ളത്. അതുപോലെ നമ്മൾ കിടന്നുറങ്ങുന്നത് പോലും നിലത്ത് പാവരിച്ച് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പൂർണ്ണ വ്രതം എടുത്തതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ, അതായത് ബലിയിടുന്ന കർത്തവാവ് ദിവസം രാവിലെ നമ്മൾ പോയി ബലിയിടുക. അപ്പം ബലിയിടാൻ പോകുമ്പോൾ ആ ബലിയിടാൻ പോകുന്ന സ്ഥലം കൂടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതായത് നല്ല ഒഴുക്ക് ജലത്തിൽ പോയി ബലിയിടുന്നതാണ് ഏറ്റവും തൃപ്തി. ചില സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ കൊണ്ടിങ്ങനെ 100 കണക്കിന് ആൾക്കാരെ കൊണ്ട് അങ്ങിടും. ഇത് അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ പോയിടരുത്. കാര്യം ബലിയിടുമ്പോൾ ഇത്രയും നമ്മൾ തലേന്ന് മുതൽ ആഹാരം പോലും വെടിഞ്ഞ് പൂർണ്ണ വ്രതമെടുത്ത് നമ്മൾ പോയി ഈ സാധനം എല്ലാം കൂടി കൊണ്ട്, അതായത് പിണ്ടം എല്ലാം കൂടി കൊണ്ട് അഴുക്ക് ചാലിട്ട് കൊടുത്താൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബലിയിടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശുദ്ധമായ സ്ഥലത്താണ്. അതാണ് കടൽപ്പുറത്ത് ഇത്രയും തിരക്ക് വരുന്നത്. അതെപ്പോഴും തിരയടിച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ ശുദ്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഒഴുക്ക് ജലത്തിലൊക്കെ ഇടാൻ പറ്റും. പക്ഷെ അശുദ്ധി നിറഞ്ഞ ജലത്തിൽ നമ്മൾ പോയി ബലിയിടാതിരിക്കുക. അങ്ങനെ പലരും നമ്മൾ വിളിക്കും. പക്ഷെ നമ്മുടെ പിതൃവിനെ തൃപ്തിപ്പെടുത്തേണ്ടുന്ന ആ ഒരു കർമ്മം ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കുക. രാവിലെ തന്നെ പോവുക. ചിലവർ തിരക്കൊക്കെ ഒഴിയട്ടെ, 8 മണിയോ 10 മണിയൊക്കെ ആകട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, രാവിലെ പോയി ബലിയിടുന്നതിനാണ് ഏറ്റവും ശുദ്ധി അല്ലെങ്കിൽ ഏറ്റവും ഫലം കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ അന്ന് കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ കഴിവതും പുതിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അലക്കി തേച്ച വസ്ത്രങ്ങൾ ഇടാൻ നോക്കുക. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പുറത്തുകൂടി ഒരു പുതിയ തോർത്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഈ തോർത്ത് കൊടുക്കുന്നതിനൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ
പിതൃവിന് നമ്മൾ പിണ്ടമെല്ലാം വെച്ചതിന് ശേഷം വസ്ത്രം സമർപ്പിക്കും. വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു തയ്ച്ച വസ്ത്രമോ ഒരു മുണ്ടോ അല്ല സമർപ്പിക്കുന്നത്, ഒരു നൂല്. ഈ നൂല് നമ്മുടെ തോർത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ് നമ്മളവിടെ വെക്കുന്നത്. അപ്പം മുണ്ടിൽ നിന്ന് നൂലൊന്നും നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ തോർത്തെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഒരു നൂല് ഊരി വെച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോർത്ത്, നല്ല പുതിയൊരു തോർത്തുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു പോവുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന, കർത്തവാവിൽ ചെയ്യുന്ന ഈ ബലിക്ക് നമ്മുടെ കുടുംബത്തിൽ ജനിച്ച് മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ല മറ്റൊരു ദിവസം നമ്മൾ പോയി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ല. ആർക്ക് വേണ്ടി ചെയ്യുന്നു? നമ്മുടെ അച്ഛന് വേണ്ടിയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയോ ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. കുടുംബത്തിൽ നമ്മൾ ആ ചെയ്യുന്ന ദിവസം വരെ ജനിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള, അത് നമുക്ക് അറിയാൻ പറ്റുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. അതായത് ജ്ഞാന പിതൃക്കൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ബലിതർപ്പണം സമർപ്പിക്കുന്നത്. അതാണ് അതിന് ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പിതൃവിന് വേണ്ടി ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു ചടങ്ങ്, ഈ ദിവസം അങ്ങനെ ഒരു ചടങ്ങില്ല. എല്ലാം ഒറ്റ ചടങ്ങാണ്. അല്ല നമ്മൾ മറ്റുള്ള ദിവസങ്ങളിൽ പോകുമ്പോൾ അവർ ചോദിക്കും, ആചാര്യന്മാർ ചോദിക്കും, ഇതെന്താണ്, ദിവസ ബലിയാണോ മാസ ബലിയാണോ അല്ലെങ്കിൽ വാർഷിക ബലിയാണോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ ബലിയാണോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ചെറിയ വ്യത്യാസമുണ്ട്, ഒരു രീതിയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എവിടെ ചെയ്താലും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ഈ ബലിതർപ്പണം നടത്തുന്നതിന് മുന്നേ മരണപ്പെട്ടു പോയിട്ടുള്ള, നമുക്ക് അറിയാമെന്നുള്ളതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള സകല പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബലിതർപ്പണം സമർപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കർത്തവാവ്. അത് ഈ ജൂലൈ മാസം 24-ാം തീയതി, കർക്കിടക മാസം 8-ാം തീയതിയാണ് വരുന്നത്. ബുധനാഴ്ച മുതൽ നിങ്ങളതിൻ്റെ ശുദ്ധവൃത്തിയോടുകൂടി ഒരിക്കലെടുത്ത് അടുത്ത ദിവസം രാവിലെ തന്നെ പോയി നിങ്ങൾ ബലിതർപ്പണം സമർപ്പിച്ചാൽ ഏറ്റവും ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. ബലിതർപ്പണം സമർപ്പിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യയൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, പായസം ഉൾപ്പെടെ ഉള്ളത്. അതൊക്കെ വെച്ച് കഴിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ പിന്നെ വരുന്നത് ചില ആൾക്കാർ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇലയിട്ട് ഇതണക്ക് സദ്യ വെള്ളം പായസമൊക്കെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഗുണമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടില്ല. കാര്യം നമ്മളുടെ പിതൃക്കൾ ഒരിക്കലും വന്നിരുന്ന ഈ ചോറെടുത്ത് കഴിക്കില്ല. അവർക്ക് ജലം വഴിയാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുന്നത് കൊണ്ട് പിതൃക്കൾക്കും സന്തോഷമാണ്, അവർക്ക് കഴിക്കാൻ പറ്റി നമ്മൾ കൊടുക്കുന്നല്ലോ എന്നൊരു സന്തോഷം അവർക്ക്. അതുപോലെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി. നമ്മുടെ പിതൃവിൻ്റെ പേരിന് നമ്മൾ പലവിധ കർമ്മങ്ങൾ നടത്തുന്നു. ചില സ്ഥലങ്ങളിൽ അന്നദാനത്തിന് കൊടുക്കുന്നു, മറ്റു പലരെയും സഹായിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ സ്മരണയ്ക്കായിട്ട് ചെയ്യുന്നുണ്ട്. വർഷാവർഷം നമ്മൾ ആ മരണ പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്രത്തിൽ പരസ്യം വരെ കാശ് മുടക്കി ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൊണ്ട് പിതൃക്കൾക്ക് ഗുണമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നൊരു ഊർജം അത് വളരെ വലുതാണ്. അത് മറ്റൊരു വിധത്തിലും കിട്ടൂല. ഒത്തിരി വീട്ടിൽ പായസം വെക്കുന്നു, അതിൽ ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് നമ്മുടെ മരിച്ചുപോയ അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഒരിടത്ത് വെക്കുമ്പോൾ അദ്ദേഹം അത് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു തൃപ്തി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ നാമധേയത്തിൽ നമ്മൾ ചെയ്യുന്ന പല സഹായങ്ങളും, ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ഊർജ്ജം മറ്റൊരിടത്തൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ, ഇങ്ങനെ ആഹാരം വെക്കുമ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കാവുന്ന, മുന്നിലാണോ വെച്ച് കൊടുക്കേണ്ടതൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോ വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണമായിരുന്നെങ്കിൽ കോടതികളിലും സർക്കാർ ഓഫീസുകളിലൊക്കെ മഹാത്മാഗാന്ധി മരിച്ചുപോയാലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്തുമാത്രം ദുരന്തങ്ങൾ ഉണ്ടാകണം. അതുപോലെ ഒരു സിനിമാ നടന്മാരും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അതുപോലുള്ള സ്പോർട്സ് താരങ്ങൾ മരിച്ചവരുടെ എല്ലാവരുടെ ഫോട്ടോ വെച്ച് എല്ലാവരും സ്മരിക്കാറുണ്ട്. അതുകൊണ്ട് ഫോട്ടോ വെക്കുന്നതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അത് കിഴക്ക് വയ്ക്കണോ, വടക്ക് വയ്ക്കണോ, പടിഞ്ഞാറ് വയ്ക്കണോ, തെക്ക് വയ്ക്കണോ ചോദിക്കുന്നുണ്ട്. എവിടെ വെച്ചാലും നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ്. അങ്ങനെ ഒരു ഫോട്ടോ വെച്ചത് കൊണ്ടൊന്നും പിതൃക്കൾക്ക് ഒരു ദോഷവും വരില്ല, നമുക്ക് ഒരു സന്തോഷമാണ്. കാരണം എന്താണ്, ഇപ്പം എത്ര പ്രിയപ്പെട്ടവരെ മരിച്ചു പോയാലും നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ, നമ്മുടെ പിതാവിന്, മരിച്ചുപോയ അച്ഛൻ്റെ നമ്മുടെ ഫോട്ടോ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് അതിനകത്ത് ഒന്ന് നോക്കി കൈതൊഴുത് പ്രാർത്ഥിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് പോകും. അതുവഴി നമ്മൾ അവരെ മറന്നു പോകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി മറക്കൂല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ തിരക്ക് വെച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ പോലും എൻ്റെ ആദ്യ ഗുരുവും എൻ്റെ പിതാവും ഒരാളാണ്.
എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പോകുമ്പോൾ യാത്ര ചോദിച്ചിട്ട് പോകാറുണ്ട്. പോകുന്ന കാര്യങ്ങൾ സാധിച്ചു വരുമ്പോൾ നന്ദി പറയാറുണ്ട്. അദ്ദേഹം അത് കേൾക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ ഓർമ്മ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ദിവസവും ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം, ഇതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. ഈ ഗുണമൊന്നും നമ്മൾ കോടികൾ കൊടുത്താൽ പോലും ഒരിടത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഏറെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ അത് വളരെ വലുതാണ്. അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസം 24-ാം തീയതി, കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച ദിവസം വരുന്ന കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം, അത് കർക്കിടക ബലിയാണ്. അന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്നുവരെ ജനിച്ചു മരിച്ചു പോയിട്ടുള്ള എല്ലാ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, മരിച്ചവരെല്ലാം നമ്മുടെ പിതൃക്കളാണ്, അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി ചെയ്തു കൊടുക്കുന്ന ഒരു ബലിതർപ്പണമാണ്. പോകാൻ യോഗ്യരായിട്ടുള്ളവർ എല്ലാവരും പോകണം. ഈ പറഞ്ഞ കണക്ക് നമ്മളത് ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ച തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് പേർക്ക് ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് വർഷാവർഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ കർക്കിടക ബലിക്ക് ഈ ലക്ഷം എന്ന് പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് ആൾക്കാർ വന്ന് ഈ ബലിതർപ്പണങ്ങൾ ചെയ്തതിൻ്റെ കാരണം അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നത് കൊണ്ടാണ്. നിങ്ങളും ബലിതർപ്പണങ്ങൾ ചെയ്യാൻ യോഗ്യരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ പോയി ചെയ്യുക. കൃത്യമായിട്ട് ചിട്ടവട്ടങ്ങൾ പാലിച്ച് ചെയ്താൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ് നമുക്ക് തരുന്നത്. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് തന്നെ അവിടെ വന്ന് കണ്ട് അതിന് പൂർണ്ണമായും ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.